ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ണിയപ്പം അഥവാ നെയ്യപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചരി കുതിർത്തി പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചരി പൊടിച്ച അരിപ്പൊടി എടുത്തു. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ലേശം റവ ചേർത്തു കേട്ടോ. ഒരു 5-6 സ്പൂൺ റവ ചേർത്തു. പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഒരു 2 സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലേശം ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഏലക്കയും ജീരകവും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ അതിനകത്തേക്ക് ശർക്കരപ്പാനി ഉരുക്കിയത് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ 2 റോബസ്റ്റാ പഴം അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. പഴം ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിന് നെയ്യപ്പത്തിനൊക്കെ നല്ല മയം കിട്ടും. നല്ല സോഫ്റ്റ്നെസ്സിന് വേണ്ടിയാണ് ചേർക്കുന്നത്. അപ്പോൾ റോബസ്റ്റോ പാളയംകൊണ്ടോ ഞാലിപ്പൂവിനോ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മളതിനകത്ത് കുറച്ച് ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എള്ളും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളത് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ഉണ്ടാക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് എടുത്തിട്ട് കുറച്ച് തേങ്ങ കൊത്തും കൂടി നമ്മളിതിനകത്തേക്ക് നെയ്യിൽ വറുത്ത് ചേർക്കുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കൊരു കഴിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം നെയ്യപ്പാണ് ഉണ്ടാക്കുന്നത്. ചട്ടി വെച്ച് എണ്ണ ചൂടായി നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാറ്ററിനകത്തേക്ക് ഓരോ സ്പൂൺ കോരി വെച്ചു. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മാത്രമേ അതിൻ്റെ ഉള്ളും കൂടെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ നെയ്യപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കണം. അപ്പം നമ്മുടെ നെയ്യപ്പം സെറ്റായിട്ടുണ്ട്. അടുത്ത് നമ്മളിനി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകണം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ണിയപ്പം ചട്ടി വെച്ചു, ഓയിലൊക്കെ ഒഴിച്ചു. ഓയിൽ ചൂടായി വന്നപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ഓരോ കുഴിയിലേക്കും മാവ് കോരി ഒഴിച്ചെടുക്കുകയാണ്. ഇതും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളു നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഉണ്ണിയപ്പവും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം എല്ലാത്തിനകത്തും നല്ലപോലെ എണ്ണ നല്ലപോലെ ചൂടായോടെ നല്ല തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ലപോലെ സെറ്റാകുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പോൾ ഏറെക്കുറെ സെറ്റായി. നമുക്കിനി ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിൽ നിന്ന് വാങ്ങിയെടുക്കാവേ. അപ്പോൾ നമ്മൾ ഓരോന്ന് തിരിച്ച് മറിച്ച് ഉണ്ണിയപ്പായി. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പെറുക്കി എടുത്തു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ബാറ്ററും കൂടി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.